നമസ്കാരം. എല്ലാ വൈൽഡ് കാർഡുകളും കയറിയിട്ടുണ്ട്. അവിടെയുള്ള മത്സരാർത്ഥിയെക്കുറിച്ചുള്ള തങ്ങളുടെ നിലപാട്, തങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് ചെയ്തു പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും ഒരുവിധം നല്ല രീതിയിൽ തന്നെ സംസാരിച്ചു എന്ന് തന്നെ പറഞ്ഞു. ചിലവർ ഡയറക്റ്റ് ആയിട്ട് സംഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ചിലവർ ഇൻഡയറക്റ്റ് ആയിട്ട് കാര്യങ്ങളിൽ അവതരിപ്പിച്ചു എന്നുള്ളതാണ്. ആദ്യം പറഞ്ഞതിൽ ഏറ്റവും എടുത്തു പറഞ്ഞ അഭിഷേക്, ഈ പറയുന്ന ആരാണ്, അഭിഷേക് ജയദേവ് നല്ല രീതിയിൽ സംസാരിച്ചതായിട്ട് തോന്നുന്നുണ്ട്. നല്ല സൂപ്പറായിട്ട് അവൻ സംസാരിച്ചിട്ട് അവൻ ഈ പറയുന്ന എന്താണ് ഈ സെക്സ്വൽ ഹരാസ്മെന്റ് അതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് സംസാരിച്ചിട്ടുണ്ട് എന്ന് അത് സത്യം പറഞ്ഞാൽ ഗബ്രിയെ പോയിന്റ് ഔട്ട് ചെയ്തുകൊണ്ടാണ് പറഞ്ഞത്. ഗബ്രി അറിയാലോ, ഈ പറയുന്നത് ജിൻഡോ കയറി തൊടുന്നത് എന്നെ പിന്നീട് മറ്റ രീതിയിൽ തൊട്ടു എന്നുള്ളത്, അതിനെക്കുറിച്ച് നല്ല രീതിയിൽ സംസാരിച്ചു. അതുപോലെ തന്നെ ജാൻമണിയെ കുറിച്ച് എനിക്ക് ഒരു ഇംപ്രസീവ് ആയത്, ജാൻമണിയെ കുറിച്ച് തന്റെ കമ്മ്യൂണിറ്റിയിലുള്ള ആളായിട്ട് കൂടി ഓരോ കാര്യങ്ങളും എടുത്തെടുത്ത് പറഞ്ഞു. തങ്ങൾ ഈ പറയുന്ന ശാപവാക്കുകൾ ഒരിക്കലും പറയാൻ പാടില്ല എന്നും, അതുപോലെ തന്നെ എന്താണ് പിന്നീട് നമ്മുടെ ജെൻഡർ കാർഡ് എടുത്തിടുന്നതൊക്കെ വളരെ തെറ്റാണ്, ഇതൊക്കെ നിങ്ങൾ ആലോചിച്ച് തന്നെയാണ് പറയുന്നത്. അതുപോലെ ജാൻമണിയുടെ അടുത്ത് മുമ്പേ പറയുന്നുണ്ട്, ഞാൻ നമ്മുടെ ഒരേ കമ്മ്യൂണിറ്റിയിൽ ആണ് എന്നുള്ളത് കൊണ്ട് നിങ്ങൾ എല്ലാത്തിനും ഞാൻ സപ്പോർട്ട് ചെയ്യുമെന്ന് കരുതരുത് എന്നുള്ള കേസും പറയുന്നു. അതുപോലെ തന്നെ അവിടെ അഭിഷേകുമായിട്ട് ചെറിയൊരു ക്ലാഷ് അവിടെ ആവുകയും ചെയ്തു. അതിനെക്കുറിച്ച് നമുക്ക് പിന്നെ സംസാരിക്കാം. അപ്പം പിന്നെ അഭിഷേക് ശ്രീകുമാറും ഈ പറഞ്ഞതുപോലെ എന്താണ് വളരെ സ്ട്രെയിറ്റ് ആയിട്ടാണ് പറഞ്ഞത്. എല്ലായിടത്തും വളരെ സ്ട്രെയിറ്റ് ആയിട്ട് പറഞ്ഞത്, റൂമിൽ നിന്ന് ഈ 5 പേര് എടുത്ത് നീ റൂമിൽ ഇരിക്കരുത്, റൂമിൽ നിന്ന് വല്ലപ്പോഴൊക്കെ ഇറങ്ങണം, ഋഷി നീ എല്ലാവരെയും നിരാശപ്പെടുത്തുന്നു എന്നുള്ളത് പിന്നീട് ശ്രീതു കംഫർട്ട് സോണിലാണെന്നും അങ്ങനെയുള്ള കാര്യങ്ങൾ. ജാൻമണിയുടെ കേസും ഈ പറയുന്ന ശാപവാക്കുകൾ, ജാൻമണി അതിനൊക്കെ തിരിച്ചടിക്കുന്നുണ്ട്. ജാൻമണി ഈ പറഞ്ഞ പോലെ എന്താണ് തിരിച്ച് പിന്നീട് എന്ത് പറയുന്നുണ്ട്, അതിനൊക്കെ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തു. ഇപ്പോഴും ഹുങ്കൊന്നും ഒട്ടും വിട്ടുമാറിയിട്ടില്ല എന്നാണ് തോന്നുന്നത്. അത് ഈ പറയുന്ന ജയദീപ് പറഞ്ഞപ്പോൾ മാത്രമാണ് ജാൻമണി ഒന്നും തിരിച്ചു പറയാത്തത്. ബാക്കി എല്ലാവരും പറഞ്ഞപ്പോൾ ജാൻമണി തിരിച്ചത് എനിക്ക് ഇങ്ങനെയൊക്കെ തന്നെയാണ്, ഞാൻ ഇങ്ങനെ ചെയ്തു, സോ വാട്ട് എന്നുള്ള രീതിയിൽ നിൽക്കുന്നു. പിന്നെ പൂജ കൃഷ്ണയുടെ കേസ് പ്രതീക്ഷിച്ചതിനേക്കാളും ഉപരിയായിട്ട് നല്ല രീതിയിൽ സംസാരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഈ പറഞ്ഞ ഋഷി മുടിയൻ ഏറ്റവും പെട്ടെന്ന് മാനിപ്പുലേറ്റ് ആവും എന്നുള്ള രീതിയിൽ സംസാരിച്ചു. അതുപോലെ തന്നെ ജിൻഡോനെ ഞാൻ കള്ളനെന്ന് വിളിക്കണോ, ഭയങ്കര കള്ളത്തരമാണ് പറയുന്നത്, അത് ആവർത്തിക്കാതിരിക്കുക അല്ലെങ്കിൽ അത് ചെയ്യാതിരിക്കുക എന്നുള്ള രീതിയിലും പറഞ്ഞു. പിന്നെ എടുത്ത് പറയാനുള്ള നന്ദനയുടെ കേസ്. നന്ദന എല്ലാരെ കുറിച്ച് പറഞ്ഞുവെങ്കിലും ഈ പറഞ്ഞ ഋഷി എന്ന് പറയുന്നത് ഈ അൻഷിവ പിന്നീട് കീ കൊടുത്ത് വിടുന്ന പാവയാണെന്നുള്ള കേസ് എടുത്തെടുത്ത് പറഞ്ഞു. അതുപോലെ തന്നെ മറ്റൊരു കേസ് പറഞ്ഞു, ഈ പറഞ്ഞ ആരാണ്, നമ്മുടെ ജാസ്മിൻ ഒരു വൃത്തിയില്ലാത്ത സാധനമാണ്, നിനക്ക് വൃത്തിയില്ല എന്നുള്ള കേസ് ഭയങ്കരമായിട്ട് എടുത്ത് പറഞ്ഞു. നിനക്ക് വൃത്തിയില്ല, ഹൈജീനിനെ കുറിച്ച് വളരെ ഇതായിട്ട് സംസാരിച്ചു. വളരെ കൃത്യമായിട്ട് അത് ജാസ്മിന് കൊണ്ടിട്ടുണ്ട്. ജാസ്മിൻ അതിന് തിരിച്ചു മറുപടിയും പറയുന്നുണ്ട്. അതിനുശേഷം എഴിച്ചു വന്നിരുന്നുകൊണ്ട് അത് തിരിച്ചു മറുപടിയും പറയുന്നു. പക്ഷെ എങ്കിലും ആ വൃത്തിയില്ല, നിനക്ക് ഒട്ടും വൃത്തിയില്ലാത്ത ഒരു കൂതറയാണ് എന്നുള്ള ലെവലിലാണ് അവൾ പറഞ്ഞത്. അത് കുറുക്കിക്കൊള്ളുന്ന അല്ലെങ്കിൽ ഡയറക്റ്റ് ഹിറ്റാവുന്ന സാധനമായിരുന്നു. സിബിനെ ഞാൻ ഇവിടെ അപ്രീഷിയേറ്റ് ചെയ്യും. പലരും ഈ പറഞ്ഞ ജാസ്മിന്റെയും ഈ പറയുന്ന ഗബ്രിയുടെയും ആ ഒരു ലവ് കോംബോ ഇവിടെ ഇപ്പോഴും ഫ്രണ്ട്ഷിപ്പാണ്, തേങ്ങയാണെന്നൊക്കെ പറഞ്ഞ് ഈ വരുന്ന വൈൽഡുകാർക്കെല്ലാം ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് അറിയാമല്ലോ. അവർക്ക് തുറന്ന് പറഞ്ഞുകൂടെ, ഇവർ ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുന്ന ഡ്രാമ അവിടെ റിവീൽ ആക്കാനുള്ളത് അത് ആരും ചെയ്തില്ല. അവർ ഇൻഡയറക്റ്റ് ആയിട്ട് അമ്മയുടെയും ഇവിടെയായിട്ടൊക്കെ എന്ന് പറഞ്ഞുവെങ്കിലും ഈ പറഞ്ഞ സിബിൻ തമാശ മട്ടിലാണെങ്കിൽ കൂടി പറഞ്ഞു, അളിയാ ഞാൻ കേട്ടു നീ അവിടെ പറയുന്നത് യു ഹാവ് നോ ഐഡിയ ഹൗ മച്ച് ഐ ലവ് യു എന്ന് നീ അവിടെ പറയുന്നതൊക്കെ കേട്ട് എന്റെ മനസ്സിൽ അങ്ങനെ കൊണ്ട് തുറന്ന് പറ അളിയാ എന്ന് അവർക്ക് ഹെർട്ടാവാത്ത രീതിയിൽ എന്നാൽ ഈ സാധനം എടുത്ത് ഇടുകയും ചെയ്തു. അവിടെയുള്ള ഈ പറയുന്ന കണ്ടസ്റ്റൻസ് അപ്പോഴാണ് കത്തുന്നത്, ഇവർക്ക് സംശയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ അതെന്തായി, ഇപ്പൊ അതിനൊരു ഉറപ്പിലേക്ക് മാറിയിട്ട്. അപ്പൊ ജാൻമണി ഉടനെ ചോദിക്കുന്നുണ്ട് ഇതൊക്കെ ഇപ്പൊ നടന്നു എന്നുള്ള കേസ്. അപ്പം സിബിനും തമാശ രൂപത്തിലാണെങ്കിൽ കൂടുതൽ പോയിന്റുകൾ എടുത്ത് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ വന്നിട്ട് സായി പറഞ്ഞ ജിൻഡോനെ കുറിച്ച് പിന്നെ സംസാരിച്ചു. ജിൻഡോയുടെ അടുത്ത് പറയുന്നുണ്ട്, അല്ലെ നീ ഇവിടെ 19 പേരെ പഠിച്ചിട്ടല്ലേ വന്നത്, പക്ഷെ നിന്നെ പഠിച്ചിട്ടാണ് പുറത്തു നിന്ന് ഞാൻ നിന്നെ പഠിച്ചിട്ടാണ് വന്നത് എന്നുള്ള കേസ് പറഞ്ഞു. അതുപോലെ തന്നെ ജാസ്മിന്റെ അടുത്ത് പറഞ്ഞു, ഞാൻ വന്നപ്പോൾ ഭയങ്കര ട്രാഫിക് ബ്ലോക്ക് ആയിരുന്നു, അത് ജാസ്മിന്റെ വാപ്പയുടെ ബ്ലോക്കിനെ കുറിച്ചാണ് അവൻ അവിടെ പോയിന്റ് ഔട്ട് ചെയ്തത്. അതുപോലെ തന്നെ ജാൻമണിയുടെ അടുത്ത് ഞാനൊരു എക്കണോമിക് ക്ലാസ്സിലാണ് വന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജാൻമണിയെ വിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ പറയുന്ന എല്ലാവരും നല്ല രീതിയിൽ സംസാരിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലായത്. എല്ലാവരും നല്ല രീതിയിൽ ഇനി അങ്ങോട്ടുള്ള സംഭവങ്ങൾ, ഇനി അങ്ങോട്ട് ഇവരിത് എങ്ങനെ ഏത് രീതിയിൽ എടുക്കുന്നു എന്നുള്ളതാണ്. ഇനി അങ്ങോട്ടുള്ള ഓരോ അടികൾ, ഇനിയിപ്പോ അടി പൊട്ടാനുള്ള സർവത്ര സംഭവങ്ങൾ, ഒരു ലോഡ് കണ്ടന്റിൽ ഒരു ലോഡ് വിഷയങ്ങളുണ്ട് അവർക്ക് അടിപൊട്ടാളുള്ളത്, മനസ്സിലായില്ലേ. ഈ പറഞ്ഞ അഭിഷേക് ജയകുമാർ ഈ പറയുന്ന ഗെയ്, ആ പുള്ളി വന്നിട്ട് ആരടുത്ത് പറയുന്നുണ്ട്, നമ്മുടെ യവന്റെ അടുത്ത്
നമ്മുടെ പിന്നെ ജാൻമണി എടുത്ത് പറയുന്നുണ്ട് അവനൊരു ഹോമോഹോബിക് ആണെന്നുള്ള രീതിയിൽ സംസാരിക്കുന്ന, അവൻ ഈ പെണ്ണുങ്ങള് അങ്ങനെയുള്ള ഈ പറയുന്ന സ്ത്രീകളെയൊക്കെ ഇടിച്ച് താത്ത് സംസാരിക്കുന്ന ഒരാളാണ്. അപ്പൊ ജാൻമണി ആഹാ അങ്ങനെയാണോ, ഞാൻ അവനെ കൊണ്ട് ചായ കുടിപ്പിക്കുന്നു, അങ്ങനെ എന്തോ ഒക്കെ പറയുന്നുണ്ട്. അപ്പൊ എന്തായാലും ഇനി അങ്ങോട്ട് ഒരു പുതിയ തുടക്കം പോലെ എനിക്ക് തോന്നുന്നില്ല. അതായത് ബിഗ് ബോസ് സീസൺ 6 ഒരു ഡേ 1 നമ്മൾ എങ്ങനെ കാണാം, അത്രയ്ക്ക് ആൾക്കാർ നിറഞ്ഞിരുന്ന ഒരു പുതിയ തുടക്കം പോലെ തോന്നി. ഇനി അങ്ങോട്ട് അടികളായിരിക്കും. ഈ പറയുന്ന എപ്പിസോഡിനെ കാട്ടി എപ്പിസോഡ് പോലെ നമുക്ക് ലൈവ് കാണേണ്ടതായിട്ട് വരും. അത്രയ്ക്ക് കണ്ടന്റുകളുടെ ചാകരയായിരിക്കും. നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.